ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹാർമണി ഓഫ് മാർവൽസ്. അപ്പോൾ നമ്മൾ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് സോക്രട്ടീസിന്റെ പ്രശസ്തമായ ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. വിസ്ഡം എന്ന് വെച്ചാൽ അറിവ്, ജ്ഞാനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ വണ്ടർ, അത്ഭുതം, അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ജിജ്ഞാസയോടുകൂടി എല്ലാ കാര്യങ്ങളെയും കാണുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ തുടക്കം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ കാണുന്ന പല വസ്തുക്കളും അത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള അറിയാനുള്ള ആ ഒരു ആഗ്രഹം, അതാണ് വിജ്ഞാനത്തിന്റെ തുടക്കം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ പാഠം എ റോബോട്ട് വിത്ത് എ വൈറസ്. അതൊരു കഥയാണ്. അതുപോലെ ഒരു കവിത ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അതുപോലെ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. ഇങ്ങനെ 3 പാഠങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ യൂണിറ്റിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപുള്ള എൻട്രി ആക്ടിവിറ്റികൾ ശ്രദ്ധിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. അപ്പോൾ പലതരത്തിലുള്ള റോബോട്ടുകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം. റോബോട്ടുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ്. അതായത് വീട്ടുജോലികൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിനെ പറ്റി നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു റോബോട്ട് എത്തുകയാണെങ്കിൽ അതിനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യിക്കുക? ലിസ്റ്റ് സം ഓഫ് ദി ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വസ്തുക്കളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ഈ രീതിയിൽ എഴുതാം. 1ാമത്തെ ചോദ്യം, വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം. റോബോട്ടിന് ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? റോബോട്ട്സ് ക്യാൻ പെർഫോം ടാസ്ക് ലൈക്ക് ക്ലീനിങ്, കുക്കിംഗ്, അസംബ്ലിംഗ് പ്രൊഡക്ട്സ് ഇൻ ഫാക്ടറീസ്, ഡെലിവറിംഗ് ഐറ്റംസ് ആൻഡ് ഈവൻ ഹെൽപ്പിംഗ് ഇൻ സർജറീസ്. അപ്പോൾ റോബോട്ടുകൾക്ക് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. അതായത് ക്ലീനിങ് ചെയ്യാം, അതുപോലെ പാചകം ചെയ്യാം, അതുപോലെ ഫാക്ടറികളിലൊക്കെ പല വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ സാധനങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കാം. അതുപോലെ സർജറികളിൽ സഹായിയായിട്ടും റോബോട്ടുകളെ ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊരു ചോദ്യം, ഇത്തരത്തിലുള്ളൊരു റോബോട്ടിനെ നിങ്ങൾ വീട്ടുജോലികൾ ചെയ്യുന്ന ഒരു റോബോട്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ്. യെസ്, റോബോട്ട്സ് ലൈക്ക് റൂംബ വാക്യൂം ക്ലീനേഴ്സ് ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ് ബൈ ഓട്ടോമാറ്റിക്കലി ക്ലീനിങ് ഫ്ലോർസ്. അപ്പോൾ റൂംബ വാക്യൂം ക്ലീനർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് റോബോട്ടുകളുണ്ട്. ആ റോബോട്ടുകൾക്ക് വീടിൻ്റെ തറയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ അതിന് കഴിയും. The service of a robot at home, what will you make it do? I would make the robot clean the house, do the laundry, wash dishes and maybe even cook meals. അപ്പോൾ അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട്ടുജോലികൾ ചെയ്യുന്ന ഒരു റോബോട്ടിനെ ലഭിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യിക്കും? അതിനെ കൊണ്ട് വീട് വൃത്തിയാക്കിക്കും, തുണികൾ കഴുകിക്കും, അല്ലെ പാത്രങ്ങൾ കഴുകിക്കും, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ലിസ്റ്റ് സം ഓഫ് ദി ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് അറ്റ് ഹോം ഇൻക്ലൂഡ് സ്മാർട്ട് ഫോൺസ്. അല്ലെ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്സ്, TVs, refrigerators, microwaves, washing machines and smart speakers like Alexa.